ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്ധകാരത്തിലും നിരാശയിലും ആവരണം ചെയ്യപ്പെട്ട ഒരു വർഷത്തിലേക്കുള്ള ഒരു പഴയ യാത്രയിലേക്ക് സ്വാഗതം. AD 536 ചരിത്രത്തിന്റെ വാർഷികങ്ങളിൽ മനുഷ്യ നാഗരികതയുടെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ച വിനാശകരമായ സംഭവങ്ങളാൽ അടയാളപ്പെടുത്തിയ ഏതാനും വർഷങ്ങൾ ഇതുപോലെ വ്യക്തമായി നിലകൊള്ളുന്നു. ഭൂമിയെ മൂടിയ ഇരുട്ടിന്റെ നിഗൂഢമായ മൂടുപടം മുതൽ വ്യാപകമായ ക്ഷാമം, രോഗം, സാമ്രാജ്യങ്ങളുടെ അഴിഞ്ഞാട്ടം എന്നിവ വരെ 536 എന്ന വർഷം ജീവിതത്തിന്റെ ദുർബലതയുടെയും പ്രകൃതിയുടെ ശക്തിയുടെയും തെളിവായി നിലകൊള്ളുന്നു. 536 ജീവിച്ചിരിക്കാൻ ഏറ്റവും മോശം വർഷമാക്കിയ സംഭവങ്ങൾ പരിവേഷണം ചെയ്യുമ്പോഴും അത് ഇന്ന് നമുക്ക് നൽകുന്ന ശക്തമായ പാഠങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും എന്നോടൊപ്പം ചേരൂ. AD 536 എന്ന വർഷം പലപ്പോഴും വിനാശകരമായ സംഭവങ്ങളുടെ ഒരു പരമ്പര കാരണം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഒരുപക്ഷെ ഐസ്ലാൻഡിലോ വടക്കേ അമേരിക്കയിലോ ഭൂമിയെ ചാരത്തിന്റെ മൂടുപടം ആവരണം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് ഒരു വർഷത്തിലേറെയായി സൂര്യന്റെ തണുപ്പിനും മങ്ങലിനും കാരണമായി. ഇത് വിളനാശത്തിനും ക്ഷാമത്തിനും വ്യാപകമായ സാമൂഹിക ശിഥിലീകരണത്തിനും കാരണമായി. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇത് ദുരിതത്തെ കൂടുതൽ വഷളാക്കുന്നു. ചരിത്രത്തിന്റെ വാർഷികങ്ങളിൽ ഏതാനും വർഷങ്ങൾ AD 536 പോലെ ശ്രദ്ധേയമാണ്. എന്നാൽ 536 അക്ഷരാർത്ഥത്തിലും രൂപകരമായും ഇരുട്ടിൽ പുതഞ്ഞ ഒരു വർഷമായിരുന്നു എന്നത് ഓർക്കേണ്ടതാണ്. ഭയാനകമായ ഒരു മൂടൽമഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തണുപ്പിക്കുന്ന മൂടുപടം. ഇത് വെറും ഒരു മൂടൽമഞ്ഞ് ആയിരുന്നില്ല. ചാരത്തിന്റെയും എയറോസോളുകളുടെയും ഇടതൂർന്ന വസ്ത്രത്തിൽ ഗ്രഹത്തെ ആവരണം ചെയ്ത ഒരു വിനാശകരമായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അനന്തരഫലമായിരുന്നു അത്. സൂര്യൻ മങ്ങി, അതിന്റെ കിരണങ്ങൾ ദുർബലമായി. ലോകം ഭയാനകമായ ഒരു സന്ധ്യയിലേക്ക് മുങ്ങി. കൃഷികൾ ഉണങ്ങി, കന്നുകാലികൾ നശിച്ചു. ഇതിനകം കഷ്ടപ്പാടുകളാൽ നശിച്ച ദേശങ്ങളിൽ ക്ഷാമം പടർന്നു. വായു അനിശ്ചിതത്വത്താൽ കട്ടികൂടി. എല്ലായിടത്തുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ നിരാശ. എന്നിട്ടും ഇരുട്ടിന്റെ നടുവിൽ ഒരു സഹിഷ്ണുത ഉണ്ടായിരുന്നു. ഐക്യത്തിൽ ആശ്വാസം തേടിയും പ്രതികൂല സാഹചര്യങ്ങളിൽ ശക്തി കണ്ടെത്താനും സമൂഹങ്ങൾ ഒന്നിച്ചു. 536 എന്ന വർഷം പ്രകൃതിയുടെ ഭയാനകമായ ശക്തിയുടെയും സങ്കല്പിക്കാൻ കഴിയാത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യരാശിയുടെയും സ്ഥായിയായ ചൈതന്യത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. 536 വർഷം ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായം അടയാളപ്പെടുത്തുന്നു. ബൈസൈൻറൈൻ സാമ്രാജ്യത്തിലൂടെ ഒരു ബാധ പടർന്നു പിടിച്ചതിനാൽ ഇതിനകം വ്യാപകമായ നിരാശ വർദ്ധിപ്പിക്കുന്നു. ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അനന്തരഫലങ്ങളുമായി ലോകം പിടിമുറുക്കുമ്പോൾ മാരകമായ ഒരു രോഗത്തിന്റെ ആവിർഭാവം കഷ്ടപ്പാടുകളെ കൂടുതൽ വഷളാക്കി. പട്ടിണിയും സാമൂഹിക പ്രക്ഷോഭവും മൂലം ഇതിനകം തന്നെ ദുർബലമായിരുന്ന ബൈസൈൻറൈൻ സാമ്രാജ്യം അപ്പോൾ വ്യാപകമായ രോഗത്തിന്റെയും മരണത്തിന്റെയും ഭീകരമായ ഭീതിയെ അഭിമുഖീകരിച്ചു. കമ്മ്യൂണിറ്റികൾ നശിപ്പിക്കപ്പെട്ടു. കുടുംബങ്ങൾ ഛിന്നഭിന്നമായി. ശേഷിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളെ ഭയം പിടികൂടി. നിരാശയുടെ മുഖത്ത് സാന്ത്വനമേകിക്കൊണ്ട് രോഗശാന്തിക്കാരും പരിചാരകരും ധീരമായി രോഗികളെ പരിചരിക്കുമ്പോൾ ഇരുട്ടിന്റെ ഇടയിൽ പ്രതിരോധത്തിന്റെ കഥകൾ ഉയർന്നു വന്നു. എന്നിട്ടും പലർക്കും ദുഃഖവും നാശവും മാത്രം സമ്മാനിച്ചു. കാലത്തിന്റെ വാർഷികങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്ന നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പാരമ്പര്യം അവശേഷിപ്പിച്ചു. 536 എന്ന വർഷം ജീവിതത്തിന്റെ ദുർബലതയുടെയും സങ്കല്പിക്കാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന മനുഷ്യാത്മാവിന്റെ ശാശ്വത ശക്തിയുടെയും ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ 536 എന്ന വർഷം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെയും വ്യാപകമായ ക്ഷാമത്തിന്റെയും അരാജകത്വത്തിനിടയിൽ വിചിത്രമായ ഒരു പ്രതിഭാസം മുൻകരുതലിന്റെ അർത്ഥത്തിൽ ചേർത്തു. വേനൽക്കാല മഞ്ഞുവീഴ്ച. ചുട്ടുപൊള്ളുന്ന വേനൽ സാധാരണമായിരുന്ന ചൈന, മെസപ്പൊട്ടേമിയ തുടങ്ങിയ വിദൂരവും വൈവിധ്യപൂർണമായ പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു തണുപ്പിൽ ഭൂപ്രകൃതിയെ പുതപ്പിച്ച് ആകാശത്തു നിന്ന് മഞ്ഞുതുള്ളികൾ താഴേക്ക് ഒഴുകി. ഈ അതിയഥാർത്ഥ സംഭവം സ്വാഭാവിക ക്രമത്തെ ധിക്കരിച്ചു. സമൂഹങ്ങളെ അമ്പരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. സാധാരണയായി ശീതകാലത്തിന്റെ തുടക്കക്കാരനായ അതിലോലമായ അടരുകൾ കൊടും ചൂടിനിടയിൽ വീണു. ലോകത്തിന്റെ പ്രക്ഷോഭത്തിന്റെ തണുപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. വിളനാശത്തിന്റെയും പട്ടിണിയുടെയും ഭയാനകമായ യാഥാർത്ഥ്യങ്ങളുമായി ഇതിനകം ഇഴുകിച്ചേർന്നവർക്ക് വേനൽ മഞ്ഞിന്റെ കാഴ്ച അവരുടെ നിരാശയുടെ ആഴം കൂട്ടുകയുള്ളൂ. എന്നിരുന്നാലും അപരിചിതത്വങ്ങൾക്കിടയിൽ കൊടുങ്കാറ്റിനെ നേരിടാൻ കമ്മ്യൂണിറ്റികൾ ഒന്നിച്ചപ്പോൾ പ്രതിരോധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കഥകൾ ഉയർന്നു വന്നു. 536 പ്രകൃതിയുടെ ക്രോധത്തിന് മുന്നിൽ മനുഷ്യരാശിയുടെ ദുർബലതയുടെയും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഐക്യത്തിൽ കാണപ്പെടുന്ന ശ്രദ്ധേയമായ ശക്തിയുടെയും ഉജ്ജ്വലമായ ഒരു വർഷത്തെ വിരൽ ചൂണ്ടുന്നു. നമ്മൾ ഇന്ന് ഓരോ വർഷവും ആഘോഷിക്കുമ്പോൾ 536 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വർഷമാണ്. അഗ്നിപർവ്വത സ്ഫോടനം ലോകത്തെ ഇരുട്ടിലേക്കും നിരാശയിലേക്കും തള്ളിവിട്ട
ഒരു ദുരന്തം അടയാളപ്പെടുത്തിയ ഒരു വർഷമായിരുന്നു അത്. ഐസ്ലാൻഡിൽ നിന്നോ വടക്കേ അമേരിക്കയിൽ നിന്നോ ഉത്ഭവിച്ച സ്ഫോടനം ചാരത്തിന്റെയും എയറോസോളുകളുടെയും ഒരു പ്രവാഹം അഴിച്ചുവിട്ടു. മാസങ്ങളോളം സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തിയ കട്ടിയുള്ള മൂടുപടം ഭൂമിയെ ആവരണം ചെയ്തു. തൽഫലമുണ്ടാകുന്ന അന്ധകാരം വ്യാപകമായ വിളനാശത്തിനും ക്ഷാമത്തിനും സാമൂഹ്യ പ്രക്ഷോഭത്തിനും കാരണമായി. ഈ വിനാശകരമായ സംഭവത്തിന്റെ അനന്തരഫലങ്ങളിൽ നിന്ന് ഇതിനകം തന്നെ കരകയറുന്ന കമ്മ്യൂണിറ്റികൾ മാരകമായ പ്ലേഗുകളുടെ ആവിർഭാവത്താൽ കൂടുതൽ നശിപ്പിക്കപ്പെട്ടു. രോഗവും മരണവും ഭൂഖണ്ഡങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സമൂഹത്തിന്റെ ഘടന അഴിഞ്ഞു വീണു. അതിന്റെ ഉണർവിൽ ദുഃഖത്തിന്റെയും നിരാശയുടെയും ഒരു പാത അവശേഷിപ്പിച്ചു. കൂടാതെ മറ്റൊന്നാണ് റോമൻ സാമ്രാജ്യത്തിന്റെ പതനം. റോമൻ സാമ്രാജ്യത്തിന്റെ പതനം 536 എന്ന വർഷം ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായി നിലകൊള്ളുന്നു. അതിന്റെ ദുരന്തങ്ങൾ റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായി. ഒരു വിനാശകരമായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അനന്തരഫലങ്ങളുമായി ലോകം പിടിമുറുക്കിയപ്പോൾ ഒരിക്കൽ പ്രബലമായിരുന്ന റോമാ സാമ്രാജ്യം അത്ഭുതപൂർവമായ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു. പൊട്ടിത്തെറിയുടെ വ്യാപകമായ അന്ധകാരം വിളനാശം, ക്ഷാമം, സാമൂഹിക അശാന്തി എന്നിവയിലേക്ക് നയിച്ചു. സാമ്രാജ്യത്തിൽ ഇതിനകം ബുദ്ധിമുട്ട് അനുഭവിച്ച വിഭവങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ദുർബലപ്പെടുത്തി. അരാജകത്വത്തിനിടയിൽ മാരകമായ പ്ലേഗുകളുടെ ആവിർഭാവം ജനസംഖ്യ കൂടുതൽ നശിപ്പിച്ചു. ഫലപ്രദമായി ഭരിക്കാനുള്ള സാമ്രാജ്യത്തിന്റെ കഴിവിനെ തളർത്തുകയും ചെയ്തു. റോം അതിന്റെ വിശാലമായ പ്രദേശങ്ങളിൽ നിയന്ത്രണം നിലനിർത്താൻ പാടുപെടുമ്പോൾ ആന്തരിക വിഭജനങ്ങളും ബാഹ്യ സമ്മർദ്ദങ്ങളും വർദ്ധിച്ചു. അങ്ങനെ സാമ്രാജ്യത്തിന്റെ പതനത്തെ ത്വരിതപ്പെടുത്തി. ചരിത്രത്തിന്റെ ഗതിയെ രൂപപ്പെടുത്തുന്നതിൽ പാരിസ്ഥിതികവും സാമൂഹികവുമായ ഘടകങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ തീവ്രമായ ഓർമ്മപ്പെടുത്തലായി 536 എന്ന വർഷം പ്രവർത്തിച്ചു. ഇത് സാമ്രാജ്യങ്ങളുടെ ദുർബലതയുടെയും മനുഷ്യ നാഗരികതയിലെ വിനാശകരമായ സംഭവങ്ങളുടെ നിലനിൽക്കുന്ന പൈതൃകത്തിന്റെയും തെളിവാണ്. സമീപ വർഷങ്ങളിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ 536 ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളിലേക്ക് ആഴ്ന്നിറങ്ങി. അതിന്റെ വിനാശകരമായ സംഭവങ്ങൾക്ക് പിന്നിലെ സത്യം കണ്ടെത്താനായി. ചരിത്രരേഖകൾ, ശാസ്ത്രീയ വിവരങ്ങൾ, പുരാവസ്തു കണ്ടെത്തലുകൾ എന്നിവയുടെ സൂക്ഷ്മമായ വിശകലനത്തിലൂടെ അഭൂതപൂർവമായ പാരിസ്ഥിതിക പ്രക്ഷോഭത്തിന്റെ ഒരു ഭീകരമായ വിവരണം അവർ ഒരുമിച്ച് ചേർത്തു. വർഷത്തിലെ ഇരുട്ടിന്റെയും നാശത്തിന്റെയും പ്രാഥമിക ഉത്തേജകമായി വൻ അഗ്നിപർവ്വത സ്ഫോടനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ശ്രദ്ധേയമായ തെളിവുകൾ അവരുടെ ഗവേഷണം വെളിപ്പെടുത്തി. ഐസ്ലാൻഡിൽ നിന്നോ വടക്കേ അമേരിക്കയിൽ നിന്നോ ഉത്ഭവിച്ച ഈ സ്ഫോടനം ഭൂമിയെ ആവരണം ചെയ്ത ചാരത്തിന്റെയും എയറോസോളുകളുടെയും ഒരു മേഘം അഴിച്ചുവിട്ടു. ഇത് നീണ്ട ഇരുട്ടിലേക്കും തണുപ്പിലേക്കും നയിച്ചു. വ്യാപകമായ ക്ഷാമത്തിന്റെയും രോഗത്തിന്റെയും വിവരണങ്ങളും പണ്ഡിതന്മാർ കണ്ടെത്തി. പ്രകൃതി ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളുമായി ഇതിനകം തന്നെ പിടിമുറക്കുന്ന നാഗരികതകളുടെ കഷ്ടപ്പാടുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. അവരുടെ കണ്ടെത്തലുകൾ ചരിത്രത്തിലെ ഈ ഇരുണ്ട അധ്യായത്തിലേക്ക് പുതിയ വെളിച്ചം വീശുന്നു. പാരിസ്ഥിതിക ഘടകങ്ങളുടെയും സാമൂഹിക തകർച്ചയുടെയും പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ ഉത്സാഹപൂർവമായ പരിശ്രമങ്ങളിലൂടെ ഈ പണ്ഡിതന്മാർ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെയും വർത്തമാനകാലത്തെ അതിന്റെ ശാശ്വതമായ സ്വാധീനത്തെയും ആഴത്തിലാക്കാൻ ശ്രമിക്കുന്നു. 536 സംഭവങ്ങൾ മനുഷ്യ നാഗരികതയിൽ പാരിസ്ഥിതിക പ്രക്ഷോഭത്തിന്റെ ആഴത്തിലുള്ള അഗാധത്തിന്റെ ആഴത്തിലുള്ള ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുകയും ചരിത്രത്തിന്റെ ഗതി രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ഗ്രഹത്തിന്റെ പരസ്പര ബന്ധിതമായ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുകയും ചെയ്യുന്നു. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.